എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ദ ഡ്രൈവിംഗ് ലെജൻഡ്സ് എന്ന് പറയുന്ന ഗെയിമാണ് കളിച്ചു നോക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഓൾറെഡി ഒന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്തതാണ്. പിന്നെ വീഡിയോന് വേണ്ടി ആദ്യം മുതൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ സത്യം പറഞ്ഞാൽ 2 ടൈപ്പ് മൂഡാണുള്ളത്. ഒന്ന് പാർക്കിംഗ് മൂഡ് ഉണ്ട്, സാധാരണ ഫ്രീ മൂഡ് ഉണ്ട്. ഇവര് കാണിക്കുന്ന ഡോറിലൂടെ ഇങ്ങനെ പോവാം. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാർ ഓടിക്കാൻ എനിക്ക് അധികം നന്നായിട്ട് അറിയത്തില്ല. അപ്പൊ നല്ലൊരു ഗെയിമാന്ന് വെച്ചാൽ കാറ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കാറ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഗെയിമാണ്. വണ്ടി ഇങ്ങനൊന്നും വണ്ടി ഓടിക്കല്ലിട്ട പിള്ളേരെ. മതിലിൽ പോയി കിടക്കും. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോവാം. ഇതാകുമ്പോ സ്പീഡും കൂട്ടാം. നമുക്ക് സാധാരണ കാറിൽ ചെയ്യുന്ന എല്ലാം തന്നെ ഇവിടെ ചെയ്യാം. പിന്നെ ഗിയർ എവിടെയാ? വണ്ടി ഇടിച്ചു. സീനില്ല, ആരും പേടിക്കണം. ഇതിപ്പോ കാട്ടിലൂടെ പോണ പോലെ കുറച്ച് ദൂരെ പോകുന്നു. ഗൈസ്, എന്റെ ഡ്രൈവിംഗ് കണ്ട് ആരും കുറ്റം പറയരുത്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നുള്ളൂ ഗൈസ്. എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. ഇവിടെ ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഗിയർ എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ഗിയർ ആയിപ്പോയി. എന്ത് പറ്റിയാവും? അതിനി അടുത്ത വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോ തുടങ്ങുന്നത്. അതായത് ഒരിക്കലും ഇങ്ങനെ പോകരുത് കേട്ടോ വണ്ടി. എന്റെ അമ്മ ഇൻട്രസ്റ്റ് അടിച്ചാണ് അല്ലല്ലോ. ഇങ്ങനൊന്നും ഓടിക്കരുതട്ടെ ശരിക്കുള്ള സ്ഥലത്ത്. നമ്മളങ്ങനെ വീണ്ടും മുന്നോട്ട് പോവാണ്. എനിക്ക് അങ്ങോട്ടോ പോവണ്ടേ. എന്ത് ഡ്രൈവിംഗ് ആണ്. പോലീസ് കണ്ട പോലീസ് പിടിച്ചോടും പോകുന്ന അവസ്ഥയിലൊക്കെ. സ്റ്റിയറിംഗ് തിരിഞ്ഞില്ല. ഗെയിമിന്റെ പ്രശ്നമുണ്ട്. സ്റ്റിയറിംഗ് തിരിഞ്ഞില്ലേ. അല്ലാതെ എനിക്കറിയാൻ പാടില്ല. ഏതാ വണ്ടിന്ന് പോലും എനിക്കറിയത്തില്ല. വണ്ടീനെ കുറിച്ച് വലിയ ബോധമില്ലാത്ത കൊച്ചാണ് ഞാൻ. ഫോണുമില്ല. കുറേ എന്തോ ഉണ്ടെന്ന് തോന്നണം വന്നിട്ട്. ഇതാണ് ഫ്രീ മൂഡ് എന്ന് പറയുന്നത്. നല്ല രസമാണ്. എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനും എങ്ങനെയാണ് ഓടിക്കണേന്നൊക്കെ അറിയാനും വേണ്ടി ഉള്ള ഒരു മൂഡാണ്. നല്ലതാട്ടോ. ചുമ്മാ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഓടിക്കണ പോലെ തന്നെ ഓടിച്ചു പോവാ. പക്ഷെ ഇങ്ങനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ഓടിച്ചിട്ടിടിക്കും. പിന്നെ നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി അവര് കാറുകളൊക്കെ തന്നിട്ടുണ്ട്. കാറുകൾ നമ്മളെ വന്ന് ഇടിക്കും. പിന്നെ സാധാരണ റോട്ടിൽ ഹൈവേയിൽ ഇതിലൊക്കെ നടക്കണ പോലെ നമ്മളെ വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ സൈഡിൽ കൂടെ ഇതുണ്ട്. ഇപ്പൊ ആ കാറ് പോണതുണ്ടോ അതുപോലെ പോവുകയും ചെയ്യും. അവരവരുടെ പണിയെടുക്കുന്നു, നമ്മൾ നമ്മളുടെ പണിയെടുക്കുന്നു. അതാണ് നടക്കുന്നത്. അപ്പോ ഞാൻ എങ്ങോട്ടാ പോണേന്ന് എനിക്കറിയത്തില്ല. ബോർഡ് ഉണ്ട്, നമുക്ക് ബോർഡിൽ നോക്കാം. ഓ മൈ ഗോഡ്.
ബോർഡിലൊന്നും എഴുതിയിട്ടില്ല. അനന്തമായ വൈദ്യുതി. ഈ 2-3 കാറല്ലാതെ ഒന്നും കാണുന്നില്ല. ഓമയോ ഓ ജസ്റ്റ് പിടിച്ചാനെ പിന്നെ കാറേ കണ്ടിട്ട് തിരിയണോന്നാണ് തോന്നുന്നത്. സ്റ്റിയറിംഗ് മര്യാദക്ക് തിരിയുന്നില്ലടാ. ഞാൻ മര്യാദക്ക് ഓടിക്കാത്തോണ്ടാണ് ആയിരിക്കും. അങ്ങനല്ലേ വേണ്ടത്. നൈസ് വഴി ഇത് ശരിക്കുള്ളതാണ്. അതിനെ റെഫർ ചെയ്ത് സ്റ്റിയറിംഗ് തിരിയുന്നില്ലടാ. അതിനെ റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കിയെന്ന് ഫോണിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതിൻ്റെയാണ് ഈ സ്റ്റിയറിംഗ് പ്രോബ്ലം എന്നാണ്. ഓ ഗ്രേഡ് പിടിച്ചേ ആ അപ്പൊ ഗൈസ് നമുക്ക് പാർക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഇങ്ങോട്ടേക്ക് കേട്ട് പാർക്ക് ചെയ്തല്ലോ. ഓ മൈ ഗോഡ് ഇതെന്താണ്? പാർക്ക് ചെയ്താണ് ഗൈസ് കണ്ടത്. അപ്പൊ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇത് ഒരു ടൈപ്പ് പ്രേമമായിട്ടാണ് നമ്മളെ വണ്ടി. ഇതാണ് എന്റെ പേര്. ഞാൻ ലക്നാന്നാ കൊടുത്തേക്കണേ. ഞാൻ മിക്ക ഗെയിംസിലും ലക്നാന്നാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടു ബി പാർട്ട് ഓഫ് us എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്നതാണ്. ഓഫ്ലൈനായിട്ട് കളിക്കാവുന്നതാണ്. അധികം MB ഒന്നുമില്ല, കുറച്ച് MB ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ്. സോ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ ഇപ്പോൾ സൈനിങ് ഓഫ്.